നമ്മളെവിടെ അറിയോ? അവിടെ നമ്മളെവിടെ? പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. പാറമേക്കാവ്. ഇവിടെ ഞാൻ നടക്കാൻ പോണേ ആയിട്ടില്ല. ഇവിടെ എന്താ നീ നടക്കാൻ പോണേ? ഇവിടെ അതിപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം. ഇലഞ്ഞിത്തറ മേളം തുടങ്ങണ വെയിറ്റ് ചെയ്ത ആൾക്കാർ വീശി ആൾക്കാർ കാത്തിരിക്കണം. അവിടെ ആടാ ചൂടാനുണ്ട്. ചൂട് സഹിക്കൂല മക്കളെ, സഹിക്കൂല. എനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ട്. എന്റെ ഒരു ഭാഗ്യേ. ഓക്കെ, ഇലഞ്ഞിത്തറ മേളം തുടങ്ങണത് നമുക്ക് ആനപ്പന്തി വന്നു. ആനപ്പന്തി, പാറമേക്കാവിന്റെ ആനപ്പന്തി. പാറമേക്കാവിന്റെ ആനപ്പന്തിയാണമ്മ. ഇലഞ്ഞിത്തറ മേളം തുടങ്ങി കഴിഞ്ഞാൽ തുറക്കാൻ വേണ്ടി വെച്ച കുടകളാണ് കുടമാറ്റത്തിന്. ആനപ്പിണ്ടി ചവിട്ടി, അറിയാതെ ആനപ്പിണ്ടി ചവിട്ടിയ മുടി വളരുന്നതാണ്. ഞാൻ അറിയാതെ ചവിട്ടി. ഇനി എൻ്റെ മുടി ഭയങ്കരമായിട്ട് വളരും. അപ്പോൾ ഇതൊക്കെ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ഈ കാണുന്ന വരുമല്ല, പല പല വെറൈറ്റി ഡിസൈനുകളാവും ഉള്ളിലുണ്ടാവുക. ഇതൊക്കെ നിരത്തി വെച്ച് മാറ്റി മാറ്റി തുറക്കാനുള്ളതാണ്. പൂരത്തിന് അണിനിരത്താനുള്ള പാറമേക്കാവിൻ്റെ ആനകളാണ്. പാറമേക്കാവിൻ്റെ ആനപ്പന്തി. ആനകൾ ഇഷ്ടം പോലെ ഉണ്ട്. 10-15 ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് കാരടൻ. ഞാൻ എണ്ണിയില്ല. കാടാ കാടാ എത്ര ആനുണ്ട്? ആനേൻ്റെ എണ്ണ എടുക്കാൻ പറ്റിയിട്ടില്ല മക്കളെ. അവിടെ നോക്കാം, അവിടെ വരെ വരിയാണ് ആനേൻ്റെ. അവിടെ വരെ ആനേൻ്റെ വരി. അപ്പൊ എത്ര ആന ഉണ്ടാവും? പാറമേക്കാവിൽ തന്നെ ഇഷ്ടംപോലെ ആന ഉണ്ടാവും അല്ലേ? പാറമേക്കാവിലത്തെ കഞ്ഞി കുടിക്കാൻ പോവാ. ഇവിടെ പിൻവാതിൽ പ്രവേശനത്തിനുള്ള ശ്രമമാണ്. നടക്കൂല അല്ലേ? ഉച്ചക്കഞ്ഞി വിതരണ ചെയ്യണ സ്ഥലത്തെത്തി. വഴി കാണിച്ചിട്ടുണ്ട്. ഉള്ളിൽ കൂടെ ആൾക്കാരെ സന്തോഷത്തോടെ കഞ്ഞി കഴിക്കുന്നു. എന്താ സെറ്റപ്പ്? കഞ്ഞി വന്നു. ഇങ്ങനെയാണ് കഞ്ഞി വരിക. പപ്പടം, അച്ചാറ്, മുതിര. അടിപൊളി. കാരണം കിട്ടേണ്ട താമസം. കാരണം തൊട്ടങ്ങാൻ പോയി. തൊട്ടങ്ങി അയ്യവാ സെറ്റ്. പൊളി പൊളി. കഞ്ഞി കുടിച്ചോട്ടെ. ഈ ചൂടത്ത് ഈ കഞ്ഞി കുടിക്കാൻ പറ്റുക പറഞ്ഞാൽ നല്ലൊരു കുളിരാ, നല്ലൊരു സുഖമുണ്ട് ചൂടത്ത് കഞ്ഞി കുടിക്കാൻ. പാളപ്പാത്രം, പാള സ്പൂണ്, കഞ്ഞി, മുതിരപ്പേരി, അല്ല ഇവിടെ മുതിര പുളിക്കുന്ന പറയണ, അച്ചാറ്, സമ്പൂർണ്ണം സമൃദ്ധം, മനസ്സം കിട്ടുന്ന ആരണം കണ്ടില്ലേ? ആസ്വദിച്ച് ഓരോ തരിയും കോരി കുടിക്കണം. സെറ്റല്ലേ? സന്തോഷമായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയുണ്ട്. വേസ്റ്റ് വണ്ടിയിലിടുക. കണ്ണാടി കണ്ടാൽ നമ്മൾ നോക്കാം. നമുക്ക് നമ്മളെ കാണാൻ കിട്ടുന്ന അവസ്ഥയാണ്. കാണണ്ട് ആനകളൊക്കെ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത്. മദാമ്മമാർ വീശി പോകും. കൊടകൾ ഇതൊന്നും വൈകാതെ ഇലഞ്ഞിത്തറ മേളം തുടങ്ങും. അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആനകളെ ഇലഞ്ഞിത്തറ മേളം നടത്തുന്ന പോയി അവിടെ നിന്ന് ആട്ടി നന്നായിട്ട് ആട്ടി. കാരണം ഇതിലെ നല്ല വഴി അറിഞ്ഞില്ല. പോട്ടെ നിറഞ്ഞു. ഇലഞ്ഞിത്തറ മേളം കാണാൻ ആൾക്കാർ നിറഞ്ഞു. ഫുൾ ഓഫ് പീപ്പിൾ. വടം കെട്ടി ആൾക്കാരെ ബാക്കിക്കാക്കി. ഇനി ഇവിടെ ആനകളെ നിരത്തും വടത്തിന്റെ ഇപ്പുറത്ത്. കാണാം ഇവിടെ നിക്കണ അത്ര സേഫ് അല്ല. ഈ തിരക്കിന്റെ ഇടയിലേ നിക്കണ സേഫ് അല്ല. നമുക്ക് പുറത്തേക്ക് പോവാ. എന്നാ നമുക്ക് പോവാ നൈസായിട്ട്. രക്ഷപ്പെടട്ടെ. കാണേണ്ട അവസ്ഥ വന്നാലേ ബാക്കി ഉണ്ടാവൂല. ചമ്മന്തിയാവും. നമ്മളെ കോളേജിലൊപ്പം പഠിച്ച നിയാസാണ് നിക്കണേ. നിയാസ് പോലീസ് കയറിയിട്ട് അധികമായിട്ടില്ല. അതിന്റെ എല്ലാവിധ ചൂടും ചുരുക്കും ചെക്കനുണ്ടാവും.
പണിയെടുക്കട്ടെ. വെള്ളത്തിന് വെച്ചിട്ട് സംഭാരം എവിടെ കിട്ടുക അങ്ങനെ ആലോചിക്കാൻ അപ്പോഴും കിട്ടിയ സാധനം. ദാഹിക്കുമ്പോ സംഭാരം വേറെ എന്തെങ്കിലും വേണോ? ലൈഫ് തന്നെ. ചൂടുക്കുമ്പോ വീശാൻ വീശറി വെയിലുള്ളാക്കാൻ തൊപ്പി. തൃശ്ശൂർ പൂരം ഒരു സംഭവം. ഇവിടെ വന്നാൽ മതി, ബാക്കിയുള്ളതൊക്കെ തൃശ്ശൂർ നോക്കിക്കോളും. പിന്നെന്താ, സോ സിമ്പിൾ. വെള്ളവും വത്തക്ക വെള്ളവും സംഭാരവും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാൻ മുട്ടും. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് കേട്ടോ ബയോ ടോയ്ലറ്റുകൾ വരിയായിട്ട്. ഇതിപ്പോൾ ഏകദേശം ഇവിടെ നെഹ്റു പാർക്കിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഡിസൈൻ വരയ്ക്കുന്ന ആൾ, പാമ്പുകൾ, സൈക്കിളുകൾ, പക്ഷേ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം, കരിക്ക് ഇളനീര്, അങ്ങനത്തെ എന്ത് കണ്ടാലും ഇളകും കാരാളാ. ഇളകിയതാണല്ലോ കേട്ടോ. അത് ശരിയാണ്, അത് കുറേ കുടിച്ചിട്ട് ഒരു ദിവസം ഇളകിയെന്ന്. അത് വേറെ കാര്യം. രണ്ട് ടെൻഡർ അതിട്ട് കാര്യമില്ല. ടെൻഡർ സെറ്റല്ലേ? ഫ്ലേവറാ? എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. ഇതൊരു പുതിയ സാധനമാണല്ലോ, സേമിയ കപ്പൈസ്. ചേട്ടാ ഇതെങ്ങനെ ഉണ്ട് സംഭവം? സേമിയ പായസ എത്രയാണ്? 30 കേസുള്ളൂ. രണ്ടെണ്ണ എങ്ങനെ? വീഡിയോ ഒക്കെ പരസ്യല്ലേ, അപ്പൊ കുറയല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറാണല്ലേ? അതെ, ചൂടിനെ പറ്റിയിട്ടാണ്. വീട്ടിലുണ്ടാക്കണം. ഇതിപ്പോ ആദ്യമായിട്ട് കാണുക സേമിയ കപ്പൈസ്. ഉഷാറാവട്ടെ, അത് വരാം. ഒരു സേമിയ കപ്പൈസ് ഞങ്ങളും വാങ്ങി. എങ്ങനെ ഉണ്ടോക്കട്ടെ. കൊള്ളാം. സംഭവം നല്ല തണുത്ത സേമിയ പായസം, കടലയും ടൂറ്റി ഫ്രൂട്ടിയും അല്ലേ? സംഭവം രസമുണ്ട്. ചൂടത്ത് തിന്നാനൊരു സുഖമൊക്കെ ഉണ്ട്. ഇതൊരു പുതിയ തരം വെറൈറ്റി കളിപ്പാട്ടം. കണ്ടാ ശരിക്കും മീനാണ് തോന്നുന്നു, പക്ഷെ മീനല്ല, അതൊരു കളിപ്പാട്ടമാണ്. 220 റുപ്യ. ബീവറാണ് അത്ര. ബീവർ ആളുകൾക്ക് കൗതുകമായി. ആളുകളൊക്കെ കൗതുകത്തോടെ നോക്കിക്കാം. കണ്ട മീനാണോ? മീനല്ല, കളിപ്പാട്ട. 220 റുപ്യ. എല്ലാവർക്കും ഒരു അത്ഭുതമായി അല്ലേ? എല്ലാരും അത്ഭുതത്തോടെ നോക്കിക്കാം. വെറൈറ്റി കളിപ്പാട്ടം. കൊറേ നടന്ന് കാലിന്റെ അടിയൊക്കെ വേനക്കലോടെ. ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്നുള്ള മൂടായി. സർബത്ത്. ആ, അതിന് മുന്നേ ഇരിക്കണതിന് മുന്നേ നെറുനീണ്ടി സർബത്ത് കണ്ടിരുന്നു, അതൊന്ന് കുടിക്കണമെന്നുണ്ട്. കോഴിക്കോട് വന്നിട്ട് അല്ല, തൃശ്ശൂർ വന്നിട്ട് മാറിപ്പോയി. തൃശ്ശൂർ വന്നിട്ട് കോഴിക്കോടത്തെ ചരണ്ടേറ്റ് കുടിക്കുമ്പോ ഇതില് ഒരു ഫ്ലേവർ ഉണ്ടാവാ. ഏത് ഫ്ലേവറാ? തണ്ണിമത്തൻ ഫ്ലേവർ. ഒരു സ്പൂൺ കൂടി തരുമോ? സാധന സാമഗ്രികൾ, കുഞ്ഞുങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ ഓട്ടെ കാടാ. തണ്ണിമത്തനാണ്.
കുഴപ്പമില്ല. പിന്നെ നമ്മളെല്ലാം ട്രൈ ചെയ്യണല്ലോ, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. കോഴിക്കോടാണെങ്കിൽ 20 രൂപ, ഇവിടെ 30 രൂപ. ചെറിയ ക്ലാസ്സാണ്, പിന്നെ പൂരൊക്കെ അല്ലേ. നഷ്ടമാണ് സംഭരിച്ചെടി, നഷ്ടമാണ്. എന്തുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ മറ്റൊരു ആസ്വാദ്യകരമായ ഒരു സന്ദർഭം ഇതാ. കാരണം പൂരപ്പറമ്പ് കൂടെ തെണ്ടലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊട്ടുമേളൊക്കെ നടക്കുന്നുണ്ട്. കുറെ നടന്ന് കഴിഞ്ഞിട്ട് ഈ വലിയ മരത്തിന്റെ ചോട്ടില് ഒരു കിടത്തം. എന്താ അതിന്റെ ഒരു സുഖം. കുറച്ചു നേരം റെസ്റ്റ്, ഉറങ്ങിയാൽ അത്രയും നന്നായി എന്ന് പറയാം. ഉറക്കൊക്കെ കഴിഞ്ഞ് നീക്കിട്ടോ. അപ്പൊ എന്താണ് എലഞ്ഞിത്തറമേള കഴിഞ്ഞിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു താരാട്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് എലഞ്ഞിത്തറമേളം കേട്ട് ഉറങ്ങാൻ പറ്റും. വെടിക്കെട്ടിനുള്ള കുഴി വയ്ക്കല. ഇവിടെ ഇന്നൊരു മസാല സാധനം ഉണ്ട്. ചേട്ടാ അതെന്താണ്? ബോംബെ മസാല. ബോംബെ മസാല എത്രയാണ്? 50 രൂപ. ബോംബെ മസാല. ബോംബെ മസാല ചോദിച്ചോട്ടെ. ഏട്ടാ ബോംബെ മസാല എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. 80 രൂപ മുതലായി. ആദ്യമായിട്ട് കഴിക്കാം. ഏട്ടന് സന്തോഷമായി. ബോംബെ മസാല അടിപൊളിയാണ്. മുഖത്തിൽ വെച്ചിട്ട് വീഴാതെ സ്കിൽ തന്നെ. ഞങ്ങളുടെ പൂരം കാണാൻ വന്ന ആരോ കുഴഞ്ഞു വീണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആംബുലൻസ് കയറ്റി കൊണ്ടുപോവാ. അങ്ങകലെ ഒരു പൊടി പോലെ പാറമക്കാവിന്റെ കാണാനുണ്ട്. ഇവിടെ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ തിരുവമ്പാടീന്റെ കൂടെ കാണാനുണ്ട്. മനസ്സിലാവുണ്ടാവോ? ഇതിന്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാലേ വൻ റിസ്കാ. കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം പോയ മുൻപരിചയം കൊണ്ട് പറയാം, ഒന്നും കാണാനും പറ്റൂല. തിക്കി തിരക്കി വിയർത്ത് കുളിച്ച് ആകെ മടുക്കും അങ്ങോട്ട്. പാറമക്കാവിന്റെ കുട കാണാന് റോട്ടിൽ കൂടെ പോവാന്ന് വിചാരിച്ചാ ഒരു രക്ഷയില്ല. റോട്ടിലായാലും വലിയ തിരക്കാ. ഇതിലൊന്നും പോക്ക് നടക്കൂല. അവിടെ ഉള്ള കുറെ ആൾക്കാര് ഇതിലെ ചാടി ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് കാണാൻ പറ്റും വിചാരിച്ചിട്ട്. ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോകാൻ നോക്കാം, അവിടുന്ന് കാണാൻ പറ്റും വിചാരിച്ചിട്ട്. ചുരുക്കി പറഞ്ഞത് ഇവിടുന്ന് കാണാൻ പറ്റില്ല. വീട്ടിലിരുന്ന ടി വിയിൽ നല്ല വൃത്തിയായിട്ട് കാണാം അല്ലേ? ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടുംപൊടിയൊക്കെ കാണാം. ഏതൊരു ടീമിന്റെ പൊട്ടുംപൊടിയായിട്ട് കാണാം. പിന്നെ തിരക്കിന്റെ ഇടയിൽ പിടിച്ചു നിൽക്കലാണ് വേറെ ടാസ്ക്.
എന്താ ഞാൻ ചോദിക്കാം നിങ്ങളോട്, ചോദിച്ചാൽ എങ്ങനെയുണ്ട് കൊല്ലത്തെ തൃശ്ശൂർ പൂരം? ഈ കൊല്ലത്തെ തൃശ്ശൂർ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എല്ലാ വർഷവും വരുന്ന ആളാണ്. കുറച്ചുകൂടി ആള് കൂടുതലുണ്ടോ എന്നൊരു സംശയം. പിന്നെ ഞങ്ങള് എന്താ വൈകുന്നേരം ഇപ്പൊ വരാ അതോ? അല്ല, ഞാൻ ഏകദേശം ഒരു മണിയായപ്പോൾ ഇവിടെ എത്തി. അപ്പം മൊത്തം ഒന്ന് കറങ്ങി. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. കഞ്ഞി കഴിച്ചു. ചിന്മയ മിഷൻ, ചിന്മയ മിഷന്റെ അത് എല്ലാ വർഷവും കൊടുക്കുന്നതാ. പിന്നെ സേവാഭാരതി അവര് വെള്ളം കൊടുക്കുന്നു, സംഭാരം കൊടുക്കുന്നു. അതൊക്കെ വലിയൊരു കാര്യമാണ്. കാരണം ഇത് ദാഹിച്ച് വലഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോണ്ടല്ലോ, ഇതൊരു ഇത്ര ആൾക്കാർക്ക് നമുക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെയാണ്. തൃശ്ശൂർ വന്നാ മതി. അതെ, കാശില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടി കുറച്ച് കാശ് കരുതാന്ന് മാത്രം. പക്ഷെ ധൈര്യമായിട്ട് വരാം. എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടും, ഭക്ഷണം കിട്ടും. അതെ, ഏത് കാശുള്ളവനോ ഇല്ലാത്തവനും പങ്കെടുക്കാവുന്നതും മനസ്സിനൊരു ആ ടെൻഷനൊക്കെ ഒന്ന് പോയി കുറെ ആൾക്കാരെ കണ്ട് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മഹാബോറല്ലോ. അപ്പൊ ഈ മനസ്സമാധാനമുള്ള മനുഷ്യന്റെ ഹാപ്പിനെസ്. അപ്പൊ ഈ മനുഷ്യരെയൊക്കെ ഒന്ന് കണ്ട് ആ മണ്ഡപവും കുടമാറ്റവും ഇതൊക്കെ കണ്ട് അവസാനം വെടിക്കെട്ടും കണ്ട് പോകുമ്പോൾ എന്തോ ഒരു അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞ. ഈ നമുക്ക് ഓരോ വർഷം നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത വർഷത്തെ കാര്യം. ഇപ്പോഴുള്ള അത് നാളത്തേക്ക് അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കരുത്. അടുത്ത വർഷം പോയിട്ട് നാളത്തേക്ക് മാറ്റി. അതെ അതെ അതെ, എങ്ങനെ നമുക്ക് സന്തോഷമാക്കാൻ പറ്റും മാക്സിമം എൻജോയ് ചെയ്യാം. കാരണം എന്താ അറിയോ, ഇപ്പൊ ഇത് 2 ദിവസം കഴിയുമ്പോൾ നമുക്കൊന്ന് ഉച്ചടാ നമുക്കത് പങ്കെടുക്കായിരുന്നു എന്ന് ഇതിനു മുമ്പ് എനിക്കത് തോന്നിയിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോഴേ നമുക്കത് തോന്നുള്ളൂ. അപ്പം മാക്സിമം അതുകൊണ്ട് അനുഭവമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ അനുഭവമാണ് ഗുരു. അപ്പോൾ മാക്സിമം പങ്കെടുക്കുക. നമ്മൾക്ക് പിന്നെ ചിലപ്പോൾ എല്ലാം കാണാനൊന്നും പറ്റില്ല എന്ന് വരും. ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ.